ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസ്ഹാബത്തി അജ്മഈൻ അമാബാദ്. ഏറെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ സ്ക്രീൻ യൂസേജ്, ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്നാണ് കരുതുന്നത്. പൊതുവെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് ചില ടേംസിൽ അത്തരം വിഷയങ്ങൾ ഒതുക്കുന്നത് നമുക്ക് കാണാറുണ്ട്. ഫോൺ ഉപയോഗം, ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ മൊത്തം വളരെ വിശാലമായ തലങ്ങളുള്ള ഈ വിഷയത്തെ ഒറ്റ പദങ്ങളിലോ അല്ലെങ്കിൽ ഒറ്റ വാചകങ്ങളിലോ ഒതുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചില വേർതിരിവുകൾ അല്ലെങ്കിൽ കുറച്ച് സ്പെസിഫിക്കായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോൺ ഉപയോഗം എന്ന് പറഞ്ഞുകൊണ്ട് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാ ഫോൺ ഉപയോഗങ്ങളും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ ഇവിടെ സംസാരിച്ച കുട്ടികൾ അവരടക്കം സംസാരിക്കുന്നത് 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ 1 മണിക്കൂർ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ കോഡിങ്ങിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന, പ്രൊഡക്റ്റീവായി ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം നമ്മൾ തൊട്ടു മുമ്പ് നമ്മുടെ സംസാരത്തിൽ കേട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഫോൺ ഉപയോഗങ്ങളുമുണ്ട്. എന്നാൽ അതേ സമയത്ത് വളരെ ഡിസ്ട്രക്റ്റീവായ, നമുക്കൊക്കെ കൂടുതൽ പരിചയമുള്ള ഒരു ഫോൺ യൂസേജുമുണ്ട്. അവിടെയാണ് എല്ലാം ഒരുപോലെയല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്, ആരാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴും നമ്മൾ പൊതുവായി മനസ്സിലാക്കുക, ശരി, അപ്പോൾ ഒരുപാട് നേരം ഉപയോഗിക്കുന്നത്, അങ്ങനെയും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂല. ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കുക എന്നതുപോലും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ക്ലിനിക്കലി തന്നെ ഈ ഫോൺ ഉപയോഗവും സോഷ്യൽ മീഡിയ ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരുപാട് തരത്തിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 2 തരത്തിലുള്ള യൂസേജിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഹൈ ടോട്ടൽ ടൈം ജനറൽ യൂസേജും അതേപോലെ തന്നെ പ്രോബ്ലമാറ്റിക് സ്മാർട്ട് ഫോൺ യൂസും, PSU, ഇങ്ങനെ 2 തരത്തിലുള്ള യൂസേജിനെ നമുക്ക് വേർതിരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതിൽ 2ലും എന്ത് നടക്കുന്നുണ്ട്? ഫോൺ ഉപയോഗം വളരെയധികം കൂടുതൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തേത് റിലേറ്റീവ്ലി, കമ്പാരിറ്റീവ്ലി പ്രശ്നം കുറവുള്ളതാണ്. അവർ ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നം അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ അതേ സമയത്ത് രണ്ടാമത്തെ വിഭാഗം പ്രോബ്ലമാറ്റിക് സ്മാർട്ട് ഫോൺ യൂസേജിൽ ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡിക്ഷൻ പാറ്റേൺസ് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ 2 മുതൽ 3 ടൈംസ് അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി, ആത്മഹത്യാ പ്രവണത കൂടുന്നു. അതുപോലെ തന്നെ ആങ്സൈറ്റിയും ഡിപ്രഷനും അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളെല്ലാത്തിനെയും ഒരുപോലെ കാണരുത്. 7 മണിക്കൂർ സ്ക്രീൻ ടൈം ഉണ്ട്. ആ 7 മണിക്കൂർ എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് 7 മണിക്കൂറുള്ളതെല്ലാം ഒരുപോലെ പ്രശ്നം എന്ന് കാണാൻ പറ്റൂല. കാരണം ചില 7 മണിക്കൂറുകൾ മറ്റ് ചില 7 മണിക്കൂറുകളേക്കാൾ പ്രശ്നം കൂടുതലുള്ളതും കുറവുള്ളതും ഉണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിൽ ഇതിനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അടക്കം പാറ്റേൺസിൽ ഡിഫറൻസ് ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വലിയ സാമ്പിളുകൾ വെച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പഠനങ്ങളുടെയൊക്കെ ഒരു റിസൾട്ടുകളിൽ പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെൺകുട്ടികൾക്കാണ് ഈ സ്മാർട്ട് ഫോൺ യൂസേജ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ യൂസേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പെൺകുട്ടികളിലാണെന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രശ്നം എന്നല്ല, ആൺകുട്ടികളിലും പ്രശ്നമുണ്ട്, പെൺകുട്ടികളിലും പ്രശ്നമുണ്ട്. പക്ഷേ ആ യൂസേജിൻ്റെ പാറ്റേൺ ഡിഫറൻസ് കൊണ്ട് പെൺകുട്ടികളിലാണ് കൂടുതൽ പ്രശ്നമുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ആ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത്, ആൺകുട്ടികൾ കൂടുതലായിട്ടും ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ അവർ കൂടുതലായിട്ട് പോകുന്നത് വീഡിയോ ഗെയിംസിലേക്കും അതുപോലെ തന്നെ യൂട്യൂബിലേക്കും പോലെയുള്ള അത്തരം പ്ലാറ്റ്ഫോംസിലേക്കാണ്. അതുകൊണ്ട് കുറേ പ്രശ്നമുണ്ട് കേട്ടോ. പക്ഷേ അതുകൊണ്ടൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതിനേക്കാൾ പ്രശ്നമുള്ള വേറെ ചില കാര്യങ്ങളാണ് പെൺകുട്ടികൾ, അതേ ഏജിലുള്ള പെൺകുട്ടികൾ ഫോൺ ഉപയോഗം നടത്തുമ്പോൾ സംഭവിക്കുന്നത്. അവർ സോഷ്യലൈസിങ് പ്ലാറ്റ്ഫോമിലേക്കാണ് കൂടുതൽ പോകുന്നത്. ആൺകുട്ടികൾ അവരുടെ പ്രകൃതം അങ്ങനെ ആയതുകൊണ്ട് അവർ വീഡിയോ ഗെയിംസിലേക്കും യൂട്യൂബിലേക്കും പോകുമ്പോൾ പെൺകുട്ടികൾ സോഷ്യലൈസിങ് പ്ലാറ്റ്ഫോംസിലേക്കാണ് പോകുന്നത്. ടിക്ടോക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ടെക്സ്റ്റിംഗ്, വീഡിയോ ചാറ്റിംഗ്, അതിലേക്ക് വഴിതിരിച്ചു വിടാൻ സാധ്യത കൂടുതലാണ് പെൺകുട്ടികൾക്ക്. അതുകൊണ്ട് സോഷ്യലൈസിങ് പ്ലാറ്റ്ഫോംസിലേക്ക് കൂടുതലായിട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് എന്തുണ്ടാകുന്നു? നേരത്തെ പറഞ്ഞ PSU,
കുറച്ച് കൂടുതലായി ഉണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസിയും അതുപോലെ തന്നെ ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം കൂടുന്നു. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാം ഒരുപോലെയല്ല, ആ ഉപയോഗിക്കുന്ന പാറ്റേൺസിന് അനുസരിച്ചടക്കം വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിനിൽ പ്രധാനമായും ഉയർത്തിക്കാണിക്കാൻ ഉദ്ദേശിച്ച വിഷയം, അതായത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം എന്നുള്ളത് അങ്ങനെ സ്പെസിഫിക്കായി തന്നെ എടുക്കാനുള്ള കാരണമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരുപോലെയല്ല, ഏജിനനുസരിച്ച് വ്യത്യാസമുണ്ട്, ജെൻഡറിനനുസരിച്ച് വ്യത്യാസമുണ്ട്, ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഈ വിഷയത്തെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കാൻ. അവിടെയാണ് ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ഒരു 16 വയസ്സിനോ അല്ലെങ്കിൽ 15 വയസ്സിനോ താഴെയുള്ള കുട്ടികൾ, അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ അവരുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് മനഃശാസ്ത്രപരമായി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വികസിത രാജ്യങ്ങളടക്കം കുട്ടികൾക്ക്, പല രാജ്യങ്ങളിലും കുട്ടികൾക്ക് പൂർണ്ണമായ ബാൻ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേവലം നമ്മൾ ഈ വിസ്ഡം സ്റ്റുഡൻസ് കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ കോഴിക്കോടിരുന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് എന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്ന നിയന്ത്രണം വേണം അല്ലെങ്കിൽ ബാൻ വേണം എന്ന് നമ്മൾ ആലോചിച്ചുണ്ടാക്കിയൊരു പ്രോബ്ലം അല്ല ഇത്, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിന് വേണ്ടി ഒരു വിഷയം നമ്മൾ ഉണ്ടാക്കിയതല്ല. മറിച്ച് ആഗോള തലത്തിൽ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്, അത്തരത്തിലുള്ള ചർച്ചകളും ഈവൻ കോടതികളിൽ പോലും അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതുവരെ ചോദിച്ചാൽ മെറ്റയുടെയും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെയും ഗൂഗിളിൻ്റെയും എല്ലാം അങ്ങനെയുള്ള ടെക് ജയൻറ്റുകൾ ഇപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണ്. കോടികൾ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടി വരികയാണ്. എന്തിൻ്റെ പേരിൽ? കോടതികൾ പറഞ്ഞ ആ ഒരു വാചകം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിസൈൻഡ് അഡിക്റ്റീവ് എന്നാണ്. സോഷ്യൽ മീഡിയ ഉപയോഗം അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ അഡിക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ്, ആളുകളെ അടിമകളാക്കാൻ വേണ്ടിയാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളടക്കം കോടതികളിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സയൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ തലച്ചോർ, അതിന് ചില വൾണറബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ തലച്ചോറിന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയകളെല്ലാം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തത് ഒരു ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഈ കേൾക്കുന്ന രക്ഷിതാക്കളുടെ അടക്കം ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ ഫോൺ എടുത്തതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പർപ്പസ് അതിനുണ്ടാവും, പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എന്തിനായിരുന്നു എടുത്തത് എന്ന് പോലും മറന്നു പോകുന്ന രൂപത്തിലേക്ക് അങ്ങനെ ഒരു ഇൻഫിനിറ്റ് സ്ക്രോളിങ്ങിലേക്ക് നമ്മൾ പോയി പോകുന്നത് പലപ്പോഴും നമ്മുടെ അനുഭവമാണ്. കുട്ടികൾക്കാണെങ്കിൽ അത് കുറച്ച് കൂടുതലായിരിക്കും. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന സയൻസ് എല്ലാം നമുക്കെല്ലാവർക്കും ബാധകമാണ്. പക്ഷേ അത് നമ്മുടെ കുട്ടികളാകുമ്പോൾ 2 മുതൽ 10 ഇരട്ടി വരെ അവർക്ക് കൂടുതൽ ബാധകമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എനിവേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും. അത് ഏത് കാര്യമാണെങ്കിലും നമ്മൾ വായിക്കുകയാണെന്ന് വിചാരിക്കുക, ഇഷ്ടപ്പെട്ട് വായിക്കുകയാണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹോബികൾ ചെയ്യുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും. അതിനാണ് നമ്മൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റോപ്പിംഗ് ക്യൂ എന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കതിന് സ്വാഭാവികമായിട്ട് അതിനോടൊരു മടുപ്പ് വരിക എന്നുള്ളത്. പക്ഷേ ആ നാച്ചുറൽ സ്റ്റോപ്പിംഗ് ക്യൂവിനെ പോലും അതിജയിക്കുന്ന രൂപത്തിലാണ് സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കേണ്ടതാണ്, പക്ഷേ അതിനെപ്പോലും ഹൈജാക്ക് ചെയ്യുന്ന രൂപത്തിലാണ് സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്തത്. അത് പല രൂപത്തിൽ, അതായത് ഒരു ആ റീലിങ്ങനെ അടുത്തതിൽ മുമ്പൊക്കെ പറയാൻ തോണ്ടുക എന്നാണ് പറയുക അല്ലേ, ഇപ്പോൾ തോണ്ടേണ്ട ആവശ്യം പോലും ഇല്ലാതെ ഓട്ടോ പ്ലേ ആയിക്കൊണ്ടെന്ന് ചെയ്യുന്നു, അടുത്ത റീല് കൂടി വരുന്നു. അത് തന്നെ നമ്മളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രൂപത്തിൽ അത് ഡിസൈൻ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ്, പക്ഷേ അത്തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴാണ് ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാം, നമുക്കതിന് റിവാർഡ് കിട്ടുമ്പോഴാണ്. റിവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടുക എന്ന രൂപത്തിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് എന്തെങ്കിലും പോസിറ്റീവായൊരു ഫീഡ്ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കാര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഒരു റിവാർഡ് ഷെഡ്യൂളുകളെ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു പ്രത്യേകതയടക്കം പിന്നെ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. കാരണം എന്താ, നമുക്ക് ചില റിവാർഡുകൾ കിട്ടുന്നതായി നമുക്ക് തോന്നുന്നു. ഡോപ്പമിൻ അല്ലേ, നമുക്ക് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്ലഷർ കിട്ടുന്നത് ഡോപ്പമിൻ റിലീസ് കൊണ്ടാണ്. ആ ഡോപ്പമിൻ റിലീസ് കൃത്യമായി പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെയിൻ വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്ന രൂപത്തിലേക്കാണ് സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ്, മനുഷ്യനായി പറഞ്ഞ എല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ് വി സീക്ക് വാലിഡേഷൻ. നമുക്ക് എന്തിനും എന്ത് വേണം, നമ്മളിനി എത്ര നന്നായി ഒരു കാര്യം ചെയ്താൽ പോലും
ആരെങ്കിലും ഒരാൾ അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് ഞാൻ ചെയ്തത് അത്രയും അടിപൊളിയാണ്, അല്ലെങ്കിൽ ഞാനൊരു പുസ്തകം എഴുതി, അല്ലെങ്കിൽ ഞാനൊരു ലേഖനം എഴുതി, അല്ലെങ്കിൽ ഞാൻ നന്നായി സംസാരിച്ചു, എനിക്ക് അത്രയും ഉറപ്പുണ്ട് ഞാൻ ചെയ്തത് നല്ലതാണ് എന്ന്. പക്ഷേ കുറച്ച് ആളുകളെങ്കിലും അത് മോശമായി പോയി അല്ലെങ്കിൽ അത്ര നന്നായില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എനിക്ക് തന്നെ തോന്നുമെന്ത് അത് നന്നായില്ല എന്ന്. ഇങ്ങനെ ഇതാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ നമ്മുടെ തലച്ചോർ ഒരു വാലിഡേഷൻ സീക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്ത കാര്യം അത് നന്നായി അല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവായൊരു ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ തലച്ചോറ് ആ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചാണ് സോഷ്യൽ മീഡിയ ഉള്ളത്. അതാണ് ഈ ലൈക്കും ഷെയറും എന്ന് പറയുന്നത്. ലൈക്കും ഷെയറും എന്തുകൊണ്ടാണ് വിസിബിളായ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്? അത് ഈ വാലിഡേഷൻ സീക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു പ്രത്യേകതയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ്. മുമ്പൊക്കെ ഡിസ്ലൈക്ക് ഉണ്ടായിരുന്നു അല്ലേ, യൂട്യൂബിലൊക്കെ പ്രത്യേകിച്ച് ഡിസ്ലൈക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ നമ്പർ കാണുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. വീഡിയോൻ്റെ ലൈക്കിൻ്റെ എണ്ണവും ഡിസ്ലൈക്കിൻ്റെ എണ്ണവും കാണുമായിരുന്നു. പക്ഷേ ഇപ്പം ലൈക്കിൻ്റെ എണ്ണം കാണും, ഡിസ്ലൈക്കിൻ്റെ ബട്ടൺ ഉണ്ട്, പക്ഷേ അതിൻ്റെ എണ്ണം കാണൂല. എന്തുകൊണ്ടാണ്? അതൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടന്റ് ഇടണം, നമ്മൾ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡായി നിൽക്കണം. അതിനനുസരിച്ച് ആരാണോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവർക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ വാലിഡേഷൻ മെക്കാനിസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുറേ സോഷ്യൽ മീഡിയയുടെ പ്രശ്നമൊക്കെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ബെയർ മിനിമം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മിനിമം കാര്യം അതെങ്കിലും നമ്മൾ ഇവിടുന്ന് ചെയ്തു പോയാൽ ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടൊരു കാര്യം ഉണ്ടാവുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ശരിയായിരിക്കാം ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെ വളരെ നിർബന്ധമായിട്ടും മെസ്സേജ് ഇത്ര സമയത്തിനുള്ളിൽ കണ്ടിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നുള്ളവർക്ക് അത് പറ്റുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഭൂരിപക്ഷം ആളുകൾക്കും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഒരു മെസ്സേജ് നമ്മളൊരു 3 മണിക്കൂർ ശേഷം കണ്ടാലും ഇവിടെ ലോകം ഇടിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള പ്രശ്നമൊന്നും നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇല്ല. പക്ഷേ എന്നിട്ട് നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുന്നത്? നമ്മളെപ്പോഴാണോ വാട്സപ്പ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ആ സമയത്ത് വന്ന മെസ്സേജുകൾ നോക്കാം, അതിന് റിപ്ലൈ കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വാട്സപ്പ് ക്ലോസ് ആക്കി, പക്ഷേ അവിടുന്ന് വരികയാണ് ഇന്നയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ നോട്ടിഫിക്കേഷൻ നമ്മൾ കാണുന്നു. പിന്നെ നമ്മുടെ ബ്രെയിന് അതിൻ്റെ മേലാണ് വർക്ക് ചെയ്യുക. എന്തായിരിക്കും മെസ്സേജ് അല്ലേ? അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നത് വരെ നമ്മുടെ ബ്രെയിനൊരു ഒരു സ്വൈര്യമില്ല. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ മെസ്സേജ് മാത്രം വായിച്ചു പോവോ? ഇല്ല. നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ മെസ്സേജ് ജസ്റ്റ് നമ്മളൊന്ന് കാണും, പിന്നെ ബാക്കിയുള്ള കുറേ മെസ്സേജിൻ്റെ പിന്നാലെ പോവും. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് തിരിച്ചു വരിക. ഈ ഒരു പ്രശ്നം ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ അത് അവിടെ ശരിക്കും ചെയ്യുന്നത് ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലാത്തൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ആ ഒരു മെസ്സേജ് ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാലൊന്നും കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്തത് സോഷ്യൽ മീഡിയ ട്രിഗേഴ്സ് ഡോപ്പമിൻ റിവാർഡ് ലൂപ്പ്. ഡോപ്പമിൻ റിവാർഡ് ലൂപ്പിനെ എന്ത് ചെയ്യുന്നു? സോഷ്യൽ മീഡിയ ട്രിഗർ ചെയ്യുന്നു. ഒരു ചൂതാട്ടത്തിൻ്റെയൊക്കെ രൂപത്തിൽ നമ്മൾ അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും എൻഗേജ് ആകുന്ന രൂപത്തിലേക്ക് പോകുന്നു. അതുവഴി സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികളുടെ വിഷയം നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. അതായത് ഇങ്ങനെ നിരന്തരം ഈ സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡ് ആവുന്നതോടുകൂടി സംഭവിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ഇപ്പം പ്രായമുള്ള ആളുകളും സോഷ്യൽ മീഡിയ അധികമായി ഉപയോഗിക്കുന്നത് പ്രശ്നം തന്നെയാണ്. പക്ഷേ കുട്ടികൾ തീരെ ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഡിസിഷൻ, അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ, ഇതൊക്കെ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ്. നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഏറ്റവും മുൻഭാഗത്തുള്ള ഈ ഭാഗമാണ്. അതാണ് നമ്മളെ മനുഷ്യനാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഡെവലപ്പ് ആകുന്ന സ്റ്റേജിൽ നമ്മൾ കൂടുതലായി ഈ ഒരു ലൂപ്പിൽ പെട്ടാൽ സംഭവിക്കുക എന്താ ചോദിച്ചാൽ കൃത്യമായി ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഒരു സാധാരണ മനുഷ്യൻ്റേതുപോലെ അല്ല സോഷ്യൽ മീഡിയ അഡിക്റ്റുകളുടെ ഈ ഭാഗം ഡെവലപ്പ് ആവുക. അതുകൊണ്ട് സംഭവിക്കുക എന്താ വെച്ചാൽ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നടക്കില്ല. എന്താ? നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ക്ലിയർ ആവില്ല. അതുപോലെ തന്നെ നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക? സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും പല ഇമോഷൻസും വരും. പക്ഷേ ആ ഇമോഷൻസിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വളർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഇമോഷൻസും ഉണ്ടാവും. കൺട്രോൾ ചെയ്യാൻ ഈ ഭാഗം അത്ര ഡെവലപ്ഡ് അല്ല. അപ്പം എന്ത് ചെയ്യും? അവരെന്താണോ ഇമോഷൻ അതിനനുസരിച്ച് പ്രവർത്തിക്കും. പെട്ടെന്ന് ദേഷ്യം വന്നാൽ അതങ്ങോട്ട് പ്രകടിപ്പിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ അതങ്ങ് ചെയ്യും.
ഒരു ഇമ്പൾസീവായ ഒരു നേച്ചർ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയും അല്ലേ. എവിടെ നേരവും കാലവും നോക്കാതെ സംസാരിക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇതൊക്കെ ഈ ഒരു കാര്യത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയും അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ, ഒരു കാര്യത്തെ ഒരു 5 മിനിറ്റിനോ അല്ലെങ്കിൽ 10 മിനിറ്റിനോ അപ്പുറത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതേപോലെ തന്നെ നമ്മുടെ മെമ്മറിയെ ബാധിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഈ ഒരു ബ്രെയിനിൻ്റെ ഒരു വൾണറബിലിറ്റി, ഒരു ഡേഞ്ചർ സോണിലേക്കാണ് ഈ 13 വയസ്സിന് താഴെ പ്രത്യേകിച്ചും ഉള്ള കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതോടുകൂടി ഈ ഇമോഷണൽ ഡ്രൈവും അതുപോലെ തന്നെ ഇമ്പൾസ് കൺട്രോളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് വലുതാവുകയാണ്. ഒരു കാര്യം തോന്നിയാൽ അത് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചിന്ത അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ വളരെ വിശദമായിട്ട് അതിൻ്റെ ഓരോ കോൺസിക്വൻസിലേക്ക് പോകുന്നില്ല. ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ സൂയിസൈഡൽ ഐഡിയേഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഉണ്ടാകുന്നത്. ഏതുവരെ ചോദിച്ചാൽ ചില അമേരിക്കയിലുള്ള ചില കുട്ടികളുടെ ഒരു പഠനം നടത്തി. അവരുടെ സോഷ്യൽ മീഡിയ, ഓൾറെഡി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളിൽ ഒരു ദിവസം 30 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ലിമിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതെന്താ വെച്ചാൽ 35% മേലെ അവർക്ക് ഈ പറഞ്ഞ ഡിപ്രഷൻ അതിൻ്റെ സ്കോറ് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സോഷ്യൽ മീഡിയയും ഈ ഡിപ്രഷനും ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് അടക്കം, നമുക്ക് ഫിസിക്കലി തന്നെയുള്ള ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് അടക്കം, കാർഡിയോ മെറ്റബോളിക് ഹെൽത്തിനെ ബാധിക്കുന്ന, നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്ന, അതേപോലെ തന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, സബ്സ്റ്റൻസ് യൂസും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗം തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് തന്നെ പല പഠനങ്ങളിലും പറയുന്നത് കാണാൻ സാധിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗം എത്രത്തോളം കൂടുന്നോ അതിന് പ്രൊപ്പോർഷനായിട്ട് തന്നെ ഈ പറഞ്ഞ ഡ്രഗ് യൂസേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് പലപ്പോഴും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തന്നെ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം കൂടിയാണ് നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. പറയുമ്പോൾ ഒരു പക്ഷേ ഉറക്കം വൈകുക അല്ലെങ്കിൽ ഉറക്കം കുറയുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓവറോൾ ഹെൽത്തും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തും വളരെയധികം ഗൗരവകരമായി ബാധിക്കുന്ന ഒരു വിഷയമാണിത്. നമ്മൾ ഈ മൊബൈൽ ഉപയോഗമൊക്കെ മാറ്റിവെക്കുക. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഒരു നോർമൽ സൈക്കിൾ, ഡേ സൈക്കിള് സംഭവിക്കുന്നതെന്നുള്ള ഒരു ബേസിക് നോളജ് പല ആളുകൾക്കും അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയണ്ടാവും. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ഉറക്കവും എഴുന്നേൽക്കലും ഒക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലുള്ള പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലറ്റോണിൻ അനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണ് ഒരു രാത്രിയാകുമ്പോൾ ഒരു ഉറക്ക് വരുന്നുണ്ട് അല്ലേ, അതെങ്ങനെ വരുന്നത്? ആ സമയമാകുമ്പോഴേക്ക് ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പകലാകുമ്പോൾ നമുക്ക് ഉറക്കം പോകുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ഗ്ലാൻഡും അതേപോലെ തന്നെ ഈ ഒരു ഹോർമോണും കൊണ്ടാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്ക് ഈ പിനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആകുന്നത് ഈ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴാണ്. അതായത് സൂര്യപ്രകാശം എത്രത്തോളം കുറയുന്നോ അത്രത്തോളം പിനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവുകയും മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എന്നുവെച്ചാൽ ഒന്ന് വൈകുന്നേരമൊക്കെ മഗ്‌രിബൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, സൂര്യപ്രകാശം ഇങ്ങനെ കുറഞ്ഞു വരും. ആ സൂര്യപ്രകാശം കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മെലറ്റോണിൻ ഇങ്ങനെ കൂടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, രാത്രി ആയി കഴിഞ്ഞാൽ മെലറ്റോണിൻ ഇങ്ങനെ കൂടി നന്നായി പ്രൊഡ്യൂസ് ചെയ്യും. നന്നായി മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, നമുക്ക് ഉറക്കം വരും. ഇതാണ് പൊതുവെ സംഭവിക്കുക. അങ്ങനെ അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് 2 മണിയാണ്, 2 AM. ഇപ്പോൾ ഒരു കള്ളൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ഒരു കള്ളൻ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കക്കാൻ ഇറങ്ങാൻ പറ്റുന്ന സമയം 2 മണിയാണെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ആ 2 മണി എന്ന് പറഞ്ഞാൽ മെലറ്റോണിൻ പ്രൊഡക്ഷൻ്റെ ഏറ്റവും പീക്കാണ്. ആ സമയത്ത് നിങ്ങളെ ശരീരത്തോടെ എടുത്തിട്ട് വേറെ എടുത്ത് വെച്ചാൽ പോലും നിങ്ങൾ അറിയില്ല. ഇത് നോർമൽ മനുഷ്യന്മാരുടെ കാര്യം കേട്ടോ, ഇപ്പോൾ ഇത് ബാധകമല്ല, കാരണം നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ എനിവേ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഈ മെലറ്റോണിൻ പീക്കിലെത്തുമ്പം നമ്മൾ അത്രയും നല്ല ഡീപ്പ് സ്ലീപ്പിലായിരിക്കും. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരും. മെലറ്റോണിൻ കുറയുമ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഉറക്കം പോയി ഉണർവിലേക്ക് വരും. ഇതാണ് ഒരു നോർമൽ മനുഷ്യൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. എപ്പോഴാണ് മെലറ്റോണിൻ കൂടുക, ഈ പറഞ്ഞ സൺലൈറ്റ് കുറയുമ്പോൾ. അതായത് ലൈറ്റ് ഉണ്ടാകുമ്പം മെലറ്റോണിൻ കുറയും, ലൈറ്റ് കുറയുമ്പം മെലറ്റോണിൻ കൂടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ലൈറ്റ് ഇതിനോട് നേരിട്ട് ലിങ്ക്ഡ് അല്ല. പക്ഷേ ബ്ലൂ ലൈറ്റിന് ഒരുപാട് സ്പെക്ട്രം ഉണ്ടല്ലോ. ബ്ലൂ ലൈറ്റ് സൺലൈറ്റിനെ പോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഗ്ലാൻഡിനെയും ഈ ഹോർമോണിനെയും ബാധിക്കും. ബ്ലൂ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുക സൺലൈറ്റ് ഉണ്ട് എന്നാണ്.
നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീന്, അത് ഫോണാകട്ടെ, ടാബ് ആകട്ടെ, ലാപ്പ് ആകട്ടെ, അതിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ എന്താണ് പ്രധാനമായിട്ടുള്ളത്? ബ്ലൂ ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് ഫോൺ ഉപയോഗിക്കുകയാണ്, ഫോണിലേക്ക് നോക്കുകയാണ്. ആ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ ഉള്ളിലേക്ക് പോകുന്ന ഏത് ലൈറ്റാണ്? ബ്ലൂ ലൈറ്റാണ്. ഈ ബ്ലൂ ലൈറ്റിനെ ബ്രെയിൻ എന്തായിട്ടാണ് മനസ്സിലാക്കുന്നത്? ഈ സൺലൈറ്റ് പോലെയുള്ള ലൈറ്റായിട്ടാണ്. ബ്രെയിൻ ഇതറിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്ലാൻഡ് എന്ത് മനസ്സിലാകും? ഉറങ്ങാൻ സമയമായിട്ടില്ല, കാരണം ഇപ്പോഴും സൺലൈറ്റ് ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യൂല. സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യം, എത്ര നോക്കിയിട്ടും ഉറക്കം വരുന്നില്ല. കാരണം എന്താ? ഫോൺ ഉപയോഗിക്കുകയാണ്. ഫോൺ ഉപയോഗിക്കുമ്പം എന്ത് ലൈറ്റാണ് ഉള്ളിലേക്ക് പോകുന്നത്? ബ്ലൂ ലൈറ്റാണ്. ബ്ലൂ ലൈറ്റ് പോയാൽ ബ്രെയിൻ എന്താ മനസ്സിലാക്കുക? സൺലൈറ്റ് മാറിയിട്ടില്ല, ഇപ്പോഴും നട്ടുച്ചയാണെന്നായിരിക്കും ബ്രെയിൻ വിചാരിക്കുന്നുണ്ടാവുക. മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യൂല. മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നാൽ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെയാണ് ഈ 2 മണി വരെയും 3 മണി വരെയും 4 മണി വരെയും നമുക്ക് ഉറക്കം വരാതെ അവിടെ കിടക്കുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുക എന്താ? ഈ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് ഉറക്കം വരുള്ളൂ. ആ ഉറക്കത്തെ മാത്രമല്ല ഇത് നിയന്ത്രിക്കുന്നത്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കൂടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ഡിപ്രഷനും ആങ്സൈറ്റിയും അടക്കമുള്ള പ്രശ്നം ഈ മെലറ്റോണിൻ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവും. അതേപോലെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, ഉറക്കം മനുഷ്യന് നിർബന്ധമാണ്. ഈ 3 മണി 4 മണി വരെ ഉറക്കമില്ലാതെ ഇരുന്ന് അവസാനം സംഭവിക്കുക എന്താ വെച്ചാൽ പിന്നെ അങ്ങ് ഉറങ്ങിപ്പോകും. പിന്നെ പിറ്റേന്ന് എന്തായാലും കോളേജിലേക്കോ അല്ലെങ്കിൽ പിന്നെ ജോലിക്കോ പോകേണ്ടി വരും. ആ പോകുന്നതിൻ്റെ തുടർച്ചയായിട്ട് എന്താ സംഭവിക്കുക? പകൽ സമയത്ത് ഉറക്കം കൂടുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ഞാൻ വളരെ വിശദമായി പറയേണ്ട കാര്യം വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇതാണ് നിരന്തരം നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുന്നത്. രാത്രി ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ബ്രെയിന് അപ്പോൾ പകലാണെന്നാണ് മനസ്സിലാക്കുക. മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയും, നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ അത് ബാധിക്കും, മൊത്തം നമ്മുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ചില പ്രശ്നങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മൂഡ് വേഴ്സണാവും, അതേപോലെ തന്നെ ആങ്സൈറ്റി, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. 1-2 വിഷയങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെടുത്തി 1-2 വിഷയങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഏത് രൂപത്തിലാണ് ബാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ധാരണ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു വിഷയം, പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ ഡിപ്രഷൻ കൂടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ചിത്രം കാണുകയാണ്, ഒരാളൊരു ഫോട്ടോ ഇടുന്നു. പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെൺകുട്ടികളിലാണ്. ഒരു ഫോട്ടോ ഇടുന്നു. ആ ഫോട്ടോ ഇടുമ്പോൾ ഒന്നാമതായി ഒരു വിഷ്വൽ ഇൻപുട്ട് കിട്ടുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുക എന്താ? അതിൻ്റെ ലൈക്കിലേക്കായിരിക്കും. അങ്ങനെ അതിൻ്റെ ഒരു മെട്രിക് ചെക്ക് നമ്മൾ നടത്തും. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയോട് പ്രതികരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സയൻസാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ലൈക്ക് നമ്മൾ നോക്കും. അതിൻ്റെ വളരെ കൃത്യമായ ഒരുപാട് വിശദമായ പഠനങ്ങൾ ലഭ്യമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നല്ല ഫോട്ടോ ആയിട്ടും ലൈക്ക് കുറവാണോ, നല്ല ഫോട്ടോ ആയിട്ടും ലൈക്ക് കൂടുതലാണോ, മോശം ഫോട്ടോക്കും ലൈക്ക് കൂടുതലുണ്ടോ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മെട്രിക്സ് വെച്ചിട്ട് ആ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ലൈക്ക് കിട്ടിയ നല്ലതായി തോന്നുന്ന ഫോട്ടോകൾ അതിലേക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ സൗന്ദര്യ സങ്കല്പം അതിലേക്ക് എത്തുന്നില്ലല്ലോ എന്ന തലക്കുള്ള ഒരു ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ പെൺകുട്ടികളിൽ പ്രത്യേകിച്ചും കൂടുതലാകാൻ ഈ ഒരു കാര്യം നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാനസികാരോഗ്യത്തെ അടക്കം വലിയ രൂപത്തിൽ ബാധിക്കുന്ന രൂപത്തിലേക്കാണ് സോഷ്യൽ മീഡിയ ഉപയോഗം പോകുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മളെ തന്നെ ഒരു കമോഡിഫൈ ചെയ്ത് നമ്മൾ വെറും ഒരു എന്താ പറയുക, ഒരു ലൈക്കിന് വേണ്ടിയുള്ള മറ്റുള്ളവരുടെ വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന വെറും ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു പരിഹാരത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ നമ്മുടെ സ്ലീപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഒരു വിഷയം. എല്ലാ നിലക്കും നമ്മുടെ മൊത്തം ആരോഗ്യം സംരക്ഷിക്കാൻ ഒന്നാമതായി വേണ്ടത് നമ്മുടെ ഉറക്കം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് നമ്മുടെ ബെഡ് സ്പേസിൽ നിന്നും ഈ സ്ക്രീനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതില്ലാതെ ഒരിക്കലും നമ്മുടെ സ്ലീപ്പ് ശരിയാവാൻ പോകുന്നില്ല. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തത് ഒരു സ്ക്രീൻ ഫ്രീ മീൽ ടൈംസ്, അതായത് നമ്മുടെ ഭക്ഷണ സമയത്ത് സ്ക്രീൻ ഒഴിവാക്കുക. ഇത് ഒരുപക്ഷെ പാരൻസ് എത്രത്തോളം എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഭക്ഷണം കഴിക്കണമെങ്കിൽ സ്ക്രീന് നിർബന്ധമാണെന്നുള്ളൊരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള മീൽ ടൈം ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു പാരൻസ് ഒരു മോഡലാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുകയും ചെയ്യുക, പാരൻസ് അത് നിരന്തരം ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലി നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു നിലക്ക് മോഡലാവുക. രണ്ടാമത്തത് ഒരു ഡിസിപ്ലിൻ എങ്ങനെ ചെയ്യുന്നു, അതായത് നീ ഇന്നത് ചെയ്താൽ നിനക്ക് ഫോൺ തരാം, നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ ഫോൺ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മുടെ ഒരു പിന്നെ ഡിസിപ്ലിൻ നടപ്പിലാക്കാനുള്ള ഉപകരണമായി ഫോൺ ഉപയോഗം മാറ്റാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രൂപത്തിലേക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അതേപോലെ തന്നെ AAP അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഇതിൻ്റെ ഒരു പരിഹാരമായി കൊണ്ട് പറഞ്ഞ 3 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത് പറഞ്ഞത് 18 മന്ത്സിന് താഴെയുള്ള കുട്ടികൾ അവർക്ക് ഒരു നിലക്കും ഒരു സ്ക്രീനും പാടില്ല എന്നുള്ളത് തന്നെയാണ്. 2 മുതൽ 5 വരെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1 മണിക്കൂർ സ്ക്രീൻ ഉപയോഗം പറ്റും. അത് സോഷ്യൽ മീഡിയ അല്ല കേട്ടോ, സ്ക്രീൻ ഉപയോഗം പറ്റും. പക്ഷേ അത് പാരൻസിൻ്റെ പൂർണ്ണമായ ഒരു മേൽനോട്ടത്തിൽ ഒരു ഹൈ ക്വാളിറ്റി കോണ്ടൻറ്റ് മാത്രമായിരിക്കണം അവർ കൺസ്യൂം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അഡോളസൻസിൽ ആണ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ സോഷ്യൽ മീഡിയ പിന്നെ ഉപേക്ഷിക്കുകയും എന്നാൽ ഒരു കൺസ്ട്രക്റ്റീവായ രൂപത്തിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ കോഡിങ്ങും അതേപോലെ തന്നെ പല പിന്നെ മെത്തേഡ്സ് ഉണ്ട് അല്ലേ, നമുക്ക് പഠനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡ്സ് നമുക്ക് നമ്മുടെ പിന്നെ ഗാഡ്ജറ്റ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഇനി നമ്മൾ ഒരു പിന്നെ അവധിക്കാലത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വളരെ സിമ്പിളായി പീസ് റേഡിയോയിൽ പിന്നെ സൈൻ ഇൻ ചെയ്തുകൊണ്ട് അവിടെ കോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അവിടെ എന്ത് കിട്ടും, നമ്മുടെ സമ്മർ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോഴ്സ് അവർക്ക് അവൈലബിൾ ആണ്. കൃത്യമായി ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ പ്രൊഡക്റ്റീവായ ഒരു സമ്മർ വെക്കേഷൻ അവർക്ക് സാധ്യമാകുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ വിവിധ കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവ് ആക്കുക. പ്രത്യേകിച്ചും അഡോളസൻ പീരീഡിൽ അത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിവേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ ഉപയോഗം, സ്ക്രീൻ ഉപയോഗം അത് പരമാവധി പ്രൊഡക്റ്റീവ് ആക്കാനുള്ള കൃത്യമായ ഒരു ബോധപൂർവമായ പരിശ്രമം നമ്മൾ ഓരോരുത്തരും ചെയ്യുക. അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനടക്കം വരുന്ന ഇത്തരം പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മളിൽ എല്ലാവരും വേണം എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.